ഗൈസ്, ജീസസ് യൂത്ത് കെയറോസ് ബഡ്സിന്റെ തീർത്ഥാടനം 5-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് മനോജ് അച്ഛന്റെ മെസ്സേജ് കേൾക്കാം. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഈശോയുടെ പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥാടനത്തിൽ 5-ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടുക. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കുഞ്ഞൊരു സംഭവം എന്ന് പറയുക, ദൈവത്തിൻ്റെ ഹിതം മാലാഖ വന്ന് മറിയത്തോട് പറഞ്ഞതിന് ശേഷം അത് ദൈവത്തിൻ്റെ ഹിതം ഉള്ളിൽ സ്വീകരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചതിന് ശേഷം ഒരിക്കലും മറിയത്തിന് വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്, അനുഗ്രഹം വന്നു കഴിയുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ മറ്റുള്ളവരിലേക്ക് നന്മ ചെയ്യാൻ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എലിസബത്തിൻ്റെ അടുത്തേക്ക്, ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്തെന്ന് പറയുക. അവളെ സഹായിക്കാനായിട്ട്, അവളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഓടിച്ചെന്ന് അവളെ സഹായിക്കാനായിട്ട് തിടുക്കത്തിൽ യാത്ര ചെയ്തെന്ന വചനം നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്, അനുഗ്രഹം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, ഈശോയെ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് ഓടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് ആവശ്യങ്ങൾ കണ്ടെത്തി അവരെ സഹായിക്കാനായിട്ട് ഈശോ നമ്മെ സഹായിക്കും കേട്ടോ. തേമായിട്ട് ഈ ഒരു തീർത്ഥാടനത്തിൽ 5-ാം ദിവസം നമുക്ക് ഉണ്ണിച്ചോട് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് നന്മകൾ ചെയ്ത് പകർന്നു കൊടുത്ത് അവരെ സഹായിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. താങ്ക് യു. നിങ്ങൾ വീട്ടിൽ മാതാപിതാക്കളെ സഹായിക്കാറുണ്ടോ? അച്ഛൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് തയ്യാറാവാം. അങ്ങനെ ഉണ്ണീശോയുടെ ഭൂമിത്തിലേക്ക് 5-ാമത്തെ പുണ്യത്തിന്റെ പൂ ചാർത്താൻ നമുക്ക് പോയാലോ? ഇന്ന് മനോജൻ നമുക്ക് പറഞ്ഞു തന്നത് മറ്റുള്ളവരിൽ ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ. അപ്പൊ ഞാനിവിടെ ദൈവ സാന്നിധ്യം എന്നാണ് ഈ പൂവിൽ എഴുതാൻ പോകുന്നത്. ഞാനിവിടെ ദൈവ സാന്നിധ്യം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ പൂമെത്തെടുത്ത്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ 4 പൂവായിട്ടുണ്ട്, നമ്മൾ പൂമെത്തയിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ഉണ്ണീശോയ്ക്കുള്ള പൂമെത്തയുടെ 5-ാമത്തെ പൂവും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒപ്പം നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ. സുഗർജപത്തോടു കൂടി ഇന്നത്തെ തീർത്ഥാടനം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കിന്നത്തെ സുഗർജപം ഏറ്റുചൊല്ലാം. ഉണ്ണീശോയെ, മറ്റുള്ളവരിൽ അങ്ങേ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഉണ്ണീശോയെ, ഉണ്ണീശോയെ, മറ്റുള്ളവരിൽ അങ്ങേ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.